നമ്മളെല്ലാവരും നെട്ടി, എല്ലാവരും നെട്ടിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. 36 വയസ്സുണ്ട് ആൾക്ക്. ആൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനറായിരുന്നു. ആളെ പ്രൊജക്റ്റാണ് ആ ബാച്ചിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്. എനിക്ക് തോന്നുന്നു 6 years ബാക്ക് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്ന സമയത്തൊക്കെ ഇറ്റ്സ് മോർ ഓഫ് പോസ്റ്റേഴ്സ്, ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, പോപ്പ് കളർ റൈറ്റ്, അങ്ങനത്തെ ഒരു സാധനം ഡിസൈൻ ഉണ്ടാവും. ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഇതിനോടുള്ളൊരു പാഷനാണ്. 5 month കോഴ്സിൽ ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, മോഷൻ ഗ്രാഫിക്സ് ഉണ്ട്, UI UX ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യും പഠിച്ചാൽ ഈ 5 മാസം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പോൾ ഒരിക്കലും ഡിസൈൻ സ്കൂളിൽ വന്നിട്ട് ഒരാൾ 4 മാസം കൊണ്ടോ അല്ലെങ്കിൽ 5 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 weeks കൊണ്ടോ ഭയങ്കര അടിപൊളി ഡിസൈനറോ അല്ലെങ്കിൽ ഒരു പ്രോ ലെവലോ കംപ്ലീറ്റ്ലി ഒരു ഡിസൈനർ ആവില്ല. ഇപ്പോൾ ഒരു പുതിയൊരു തെയ്യത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു കളേഴ്സ് മിനിമൽ തെയ്യായിരിക്കും എന്നുള്ളതാണ്. ഫ്രീലാൻസിങ് ഒരു കരിയറാണ്, അത് അടിപൊളി കരിയറാണ്, ഭയങ്കര രസമായിരിക്കും, എവിടെ പോയി വേണം പണിയെടുക്കാം. മുംബൈയിൽ നിന്ന് വരും ഒരു ഡിസൈനർ, കേരളത്തിൽ നിന്ന് ഒരു ഡിസൈനർ വരും. കേരളത്തിലത്തെ ഡിസൈനറിൻ്റെ പോർട്ട്ഫോളിയോ കിടിലനായിരിക്കും, പക്ഷേ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് മാത്രം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവൻ്റെ ഓപ്പർച്യൂണിറ്റി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ഒരു മിനിസ്റ്ററോ കർണാടക മിനിസ്റ്റർ മൂപ്പരെടുത്ത് നിങ്ങൾ കേരളത്തിലെ ആൾക്കാർ എന്താ തിന്നുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ മൂവി ഇൻഡസ്ട്രിയിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ ചോദിക്കും, നിങ്ങൾ എന്താ വലിക്കുന്നതെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മലയാളികൾ ഭയങ്കര അടിപൊളിയാണ്. Hi guys, welcome back to the Space by Hacker, the podcast by Harrison Academy. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് നബാൻ ഉണ്ട്. നബാൻ ഹാക്കർ ഡിസൈൻ സ്കൂളിൻ്റെ പ്രൊജക്ട് ലീഡാണ്. ഹായ്, വെൽക്കം ടു ദ ഷോ. ആൻഡ് ഐ തിങ്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ നെയിം ദ സ്പേസ് ഇറ്റ് സെൽഫ്. കാരണം ഈ ഒരു പോഡ്കാസ്റ്റിന് സ്പേസ് എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം തന്നെ നബാനാണ്, അല്ലേ? നമ്മളെ ഡിസൈൻ സ്കൂളിൻ്റെ ലോഗോയിൽ ആദ്യം ഒരു ബ്ലൂ കളർ ഉണ്ടായി. അപ്പോൾ ക്യാൻ യു ടെൽ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആ ഒരു സ്പേസ് എന്നുള്ളൊരു സംഭവം എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അത് തുടങ്ങുന്ന ഞാൻ മനസ്സിലാക്കിയൊരു സാധനമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഡിസൈനർ ആകുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ സർക്കിൾ നോക്കുകയാണെങ്കിലും നമുക്കൊരു സ്പേസ് കിട്ടാത്തതിൻ്റെ പ്രശ്നം അത് കുറേ രീതിക്കുണ്ട്. എക്സ്പോജർ ആവട്ടെ, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ആവട്ടെ, അതല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബഞ്ച് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ നെറ്റ്വർക്ക്, എന്താവാം. ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, സ്പേസ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ഥലമോ അല്ല അങ്ങനെയല്ല, ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയനെ, അല്ലെങ്കിൽ ആ കണക്ഷനാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു പകുതിയായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കുറച്ച് സാധനമായിരിക്കും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു തോട്ടിലാണ് വന്നത്. ഓക്കെ, സ്പേസ് എന്നുള്ളൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത് ആൾക്കാരുടെ അടുത്ത് സെറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് വർക്കായി. And അതാണ് the space, and that's what you're building. Yeah. So I think we'll go back ഒരു one step back, like a few years back. Let's start with നബാനെ. നബാൻ ഡിസൈൻ കരിയർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഭയങ്കര നൈസ് ആയിട്ടുള്ള സംഭവം. സോ ഹൗ ഡിഡ് യു ബിക്കം എ ഡിസൈനർ? ഓക്കെ, ഞാൻ എല്ലാവരും ഇപ്പോൾ പറയുന്നത്, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. പണ്ട് ഗ്രാഫിക് ഡിസൈൻ അല്ല, എഡിറ്റിംഗ് എന്നാണ് പറയുക. അറിയുന്ന ആൾക്കാർ പറയും ഗ്രാഫിക് ഡിസൈൻ, പക്ഷെ ഞാൻ എഡിറ്റിങ്ങിലാണ് വരുന്നത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുക പറയുന്നത് ജസ്റ്റ് മുടിയൊന്ന് ഓയിലാക്കുക, ബാഡ് ഓവർലൈഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അവിടുന്ന് അപ്പോൾ അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ട് അത് ചെയ്തുകൊണ്ട് കുറച്ച് എക്സ്പോജർ കിട്ടി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അപ്പോൾ നാട്ടിലെല്ലാവരും ഓക്കെ എഡിറ്റർ എന്നുള്ളൊരു പേര് വന്ന് അങ്ങനെ ഓക്കെ ഗ്രാഫിക് ഡിസൈനിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് ഒരാളെ മീറ്റ് ചെയ്യേണ്ടി വന്ന്. മൂപ്പരാണെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടെന്ന് അറിയുന്നതും, പിന്നെ കസിൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു, അവർ പറഞ്ഞത് എന്താണുള്ളത്. പിന്നെ ഇതിനൊരു ഒരു ബിസിനസ് സൈഡിനെ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു എലമെൻ്റാണ് ഗ്രാഫിക് ഡിസൈൻ, അതിന് പേ ചെയ്യും, അതൊക്കെ അറിഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ഫ്രീലാൻസറായിട്ട് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഫോണിൽ പിക്സാർട്ടും പിന്നെ സ്നാപ്സീഡ് ഇതിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രിൻസിപ്പിൾസോ കാര്യങ്ങളോ നോക്കുന്നില്ല, എന്തോ കാണണം, അത് കാണാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് എത്തിയ സമയത്ത് വീട്ടുകാർക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് പരിപാടി, നമുക്കിത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ കോളേജിൽ പോകാണ്ട് +2 കഴിഞ്ഞ് നേരെ എന്നൊരു കമ്പനി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപരിചിതൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഒരു കമ്പനി അപ്രോച്ച് ചെയ്ത് അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഫോട്ടോഷോപ്പ് ഇതാണ്, ഇല്ലസ്ട്രേറ്റർ ഇതാണ്, അതൊക്കെ മനസ്സിലായി. അങ്ങനെ നേരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയി. അവിടെ നിന്നാണ് സംഗതി പിടി കിട്ടിയത്, നമുക്ക് ടൂൾസ് യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും.
അവിടെ ഒരു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ലൈക്ക് ഈ അവിടുന്ന് ഇറങ്ങി ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിക്ക് തന്നെ പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. അങ്ങനെ ഹാരിസൺ കോയിലേക്കും ഫ്രീലാൻസറായിട്ട് ഫസ്റ്റത്തെ മെമ്പറായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ലേണിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലൈക്ക് അത് നീ ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് അല്ലേ 12th കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ടേ ഇല്ല, പിന്നെ അതേപോലെ തന്നെ ഡിസൈൻ പഠിക്കാൻ പോയിട്ടും അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത്. എന്നിട്ട് യു വോണ്ടഡ് ടു സ്റ്റാർട്ട് യുവർ കരിയർ റൈറ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ ഐ തിങ്ക് സ്റ്റിൽ അതായത് നമ്മൾ ഇവിടെ വരുന്ന തന്നെ ആൾക്കാരെന്നല്ല, ഒരുപാട് ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ചെയ്യുന്ന പല ആൾക്കാരും ഇന്നും പിക്സാർട്ടിനും സ്നാപ്സീഡൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന, ക്യാൻവൊക്കെ ഉപയോഗിച്ച് ഡിസൈൻ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റൈറ്റ്. അപ്പോൾ അവരും പല രീതിയിലായിട്ടുള്ള സ്ട്രഗിളിംഗാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രഗിൾ എന്താ, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ബിൽഡിങ് യുവർ കരിയർ? ഓക്കെ, അതിൽ കുറേ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സംസാരിച്ച പോലെ ഒരു സ്പേസ് അതില്ല, ഒരു നെറ്റ്വർക്കോ പറ്റില്ല. ലൈക്ക് ആൾക്കാർക്ക് വാല്യൂ കിട്ടുന്നില്ല. ഓക്കെ, അത് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ വേണം, അതല്ലെങ്കിൽ അതെന്താണെന്ന് അറിയുന്ന ആൾക്കാർ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതുണ്ടായിരുന്നില്ല ഫസ്റ്റ്. പിന്നെ ഇത് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇല്ല. ലൈക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, എല്ലാം ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡാണ്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾസ് പഠിക്കുക. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു സാധനമാണ്, ഒരു ഫോൺ ആപ്പിൽ നിന്ന് മാറി ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോകുന്ന സമയത്ത് അത് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് വേയിലാണോ പ്രാക്ടീസ് ചെയ്യുക, അതിന് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആൾക്കാരില്ല. അതിൻ്റെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, അത് ഗുഡാണോ ബാഡാണോ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ മെൻറ്റർ ഇല്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ഫേസ് ചെയ്ത. പിന്നെ ഇതിനൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ അവർ നേരെ ഡിസൈനിലേക്ക് വന്നത് ഇതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ലൈക്ക് അടിപൊളി ആർട്ടിസ്റ്റ് ആയിരിക്കും, പക്ഷെ ആ ആർട്ടിന് വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളൊരു തോട്ട് വന്നിട്ട് ഡിസൈൻ ബിസിനസ് കണക്റ്റഡ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വന്നു. യെസ്, അങ്ങനെയാണ്. അടിപൊളി. സോ അത് ഇപ്പോൾ ഐ തിങ്ക് നെബു ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 5 years ആയി റൈറ്റ്. 5-6 years 6 years ആയി. ഇനീഷ്യലി എനിക്ക് തോന്നുന്നു 6 years ബാക്ക് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്ന സമയത്തൊക്കെ ഇറ്റ്സ് മോർ ഓഫ് പോസ്റ്റേഴ്സ്, ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, പോപ്പ് കളർ റൈറ്റ്, അങ്ങനത്തെ ഒരു സാധനം ഡിസൈൻ ആയിരുന്നു. എന്നാൽ 6 years ഇപ്പോൾ നോക്കുന്ന സമയത്തൊക്കെ യു ഗോ ലുക്ക് അറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ ഡിസൈൻസ് ആയാലും ബ്രാൻഡിങ്സ് ആയാലും ഇറ്റ്സ് വെരി മിനിമൽ, ഫോൺ സെൻട്രിക് ആയിട്ടൊക്കെയാണ് റൈറ്റ്. സോ കുറേ ഡിസൈൻ ഇവോൾവ് ആയിട്ടുണ്ട്, ഇൻഡസ്ട്രി കുറേ ഇവോൾവ് ആയിട്ടുണ്ട് റൈറ്റ്. സോ റൈറ്റ് നൗ ലൈക്ക് ഡിസൈൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആസ് എ ഡിസൈനർ, ആസ് എൻ ആർട്ട് ഡയറക്ടർ, ആസ് എ ക്രിയേറ്റീവ് ഡിസൈനർ or ഡയറക്ടർ, ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഇൻ ദിസ് ഡിസൈൻ ഏരിയ, വാട്ട് ഷുഡ് ദി ഫോക്കസ് ഓൺ റൈറ്റ്? ഇപ്പം എന്താണ് കറൻറ്റ്ലി കത്തി നിൽക്കുന്നത്? ഓക്കെ, ഇത് ലൈക്ക് ട്രെൻഡിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഞാൻ ഒരു ഇവൻറ്റിന് പോയ സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാർ സംസാരിച്ച ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ലൈക്ക് പണ്ട് ഈ ട്രഡീഷണൽ എന്നല്ല, നമ്മൾ ഹെറിറ്റേജ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നതും ആൾക്കാരെ അത് ബിൽഡ് ചെയ്യുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും ആൾക്കാരാണെങ്കിലും ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് അത് ബിൽഡ് ചെയ്ത് അതിൻ്റെ എസ്തെറ്റിക്സ് അത്രയും ബ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ അത് ഭയങ്കര ആർട്ടാണെന്നുള്ള രീതിക്ക് ഇങ്ങനെ സെൻഡസിലേക്ക് ചർച്ച് കാര്യം ആ ഒരു ലൈക്ക് എല്ലാ സൈഡും നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ആവട്ടെ എക്സ്റ്റീരിയർ ആവട്ടെ, അതല്ലെങ്കിൽ നമ്മളെ കഥകളി ആർട്ട് ഫോംസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതും കേരളത്തിൽ ഭയങ്കര സംഭവമായിരുന്നു. പണ്ടേ ലൈക്ക് നമ്മൾ ഭയങ്കര കളറിൽ എക്സ്പ്ലോർ ചെയ്ത ആൾക്കാരാണ്. ലൈക്ക് ഇപ്പോൾ ഒരു തെയ്യത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും അവിടെ കൊടുക്കുന്ന വാല്യൂവും അവിടെ കൊടുക്കുന്ന അറ്റൻഷനും ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മിനിമൽ ഡിസൈന് 2 രീതിക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന് അത് പർപ്പസ്ഫുള്ളി ചെയ്യാന്നുള്ളത്, വേറൊന്ന് ഭയങ്കര ഈസിനെസ്സിന് ചെയ്യാന്നുള്ളത്. ലൈക്ക് ഓക്കെ, മിനിമൽ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വർക്കാവും, അത്രയും നീഡഡ് ആണ്. ലൈക്ക് അത് മതി എന്നുള്ളൊരു സാധനം. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് പഴയ സാധനങ്ങൾ പുതിയതായിട്ടും വരും. ഇപ്പോൾ പഴയ സാധനം അല്ലെങ്കിൽ പഴയ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതിനെ മോഡേണൈസ് ചെയ്യും എന്തായാലും. അപ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് പാർട്ടാണ്, ആ ഒരു പ്രോസസ്സാണ്. ഇനിയും മിനിമലായിട്ട് വരും, ഇനിയും കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പഴയ ഡിസൈൻ തിരിച്ചു വരാം, കുറേ കളേഴ്സ് വരാം. അത് നടന്നുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറിനെ എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരു സ്റ്റൈലും ഇപ്പോഴത്തെ സ്റ്റൈലും നല്ല വ്യത്യാസമുണ്ട്. എല്ലാ സൈഡും, ഫോട്ടോഗ്രാഫി ആവട്ടെ, ഡിസൈൻസ് അല്ലെങ്കിൽ ആർട്ട്, എല്ലാ സൈഡും പുതിയ സ്റ്റൈൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു ലൈക്ക് ഇതിൻ്റെ ടെക്നോളജി വളർന്നതുകൊണ്ടാവാം, പല രീതിക്കുള്ള സാധനമാണ്. വന്ന് ടോപ്പിക് ഇതായിരുന്നു. പണ്ട് തെയ്യം ഇപ്പോൾ ഒരു പുതിയൊരു തെയ്യത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു കളേഴ്സ് മിനിമൽ തയ്യായിരിക്കും തെയ്യായിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അത് അതിൻ്റെ ഒരു റെവല്യൂഷൻ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനമല്ലേ? അതായത് ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഓർ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് എന്ന് പറയുന്ന സാധനം, ഓർ എലിമെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവം, ഒരു വേ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് എന്താ പറയുക, ഇല്ലാണ്ടായി പോകുന്നൊരു സംഭവം. റൈറ്റ്. അപ്പോൾ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഡോണ്ട് യു തിങ്ക് ഇപ്പോൾ സംഭവം നമ്മൾ ഒരു ഇല്ലാണ്ടായിക്കുന്ന സംബന്ധിച്ചാൽ അതിന് വാല്യൂ കൂടിക്കൊണ്ടും പോവുക ചെയ്യാം. സോ ഒരു ഡിസൈനർ ഷുഡ് ദേ സ്റ്റിക്ക് ഓൺ ടു ദേ ഷുഡ് ഫോക്കസ് മോർ ഓൺ a very intricate, complicated design, so they'll go along with minimal what the world is right now. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുകയാണെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും ഇട്ട് അതിനൊരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ഇപ്പോൾ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ ഡിസൈനേഴ്സ്, പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ഒരു വാല്യൂ കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല ആ ഒരു സാധനം. ഇപ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഇപ്പോൾ നമുക്ക് തോന്നുന്നു, ഇപ്പോൾ ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ അവിടെയുള്ള സാധനങ്ങൾ ഭയങ്കര എല്ലാം ഡിസൈൻഡാണ്. അത് ഭയങ്കര യൂസറിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. യൂസർ സെൻട്രിക് ആണ് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, പണ്ടത്തെ ആഡ്സ് നമുക്ക് മെമ്മറബിൾ അല്ല. പണ്ടുണ്ടായിരുന്ന ആഡ്സ് ലൈക്ക് മെമ്മറബിൾ ആണ്. കുറേ കൂടി ആഡ്സ് നമുക്ക് ഓക്കെ ഒരു ഫെവിക്കോളിൻ്റെതോ അല്ലെങ്കിൽ വോഡാഫോണിൻ്റെതൊക്കെ നമുക്ക് ഭയങ്കര ഓക്കെ എപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ആഡ്സ് നമുക്കൊന്നും അത്ര ഒരു നൊസ്റ്റാൾജി ഫീൽ തരാനോ അല്ലെങ്കിൽ മെമ്മറബിൾ ആവാനോ ഇല്ല. അത് ഒരൊറ്റ റീസണാണ്, പണ്ട് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു ചാനൽ അടുത്ത ചാനലിൽ പോയി പക്ഷെ നമ്മൾ കണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു ആഡ് കാണുകയാണെങ്കിൽ അടുത്ത ആഡിലേക്ക് പോവും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കാണുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ സിമ്പിളാക്കിയിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കണം. അറ്റൻഷൻ സ്പാം കുറവാണ്, പണ്ട് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വേൾഡ് ക്രിയേറ്റീവ് ആവാത്തത് കൊണ്ടല്ല, ഇപ്പോൾ ആൾക്കാർ ക്രിയേറ്റീവ് അല്ലാത്തത് കൊണ്ടും അല്ല, അത് കുറച്ചും കൂടി വേൾഡ് സ്പീഡ് ആയതുകൊണ്ടാണ്. ലൈക്ക് ടെക്നോളജി വളർന്നുകൊണ്ട് അറ്റൻഷൻ സ്പാം നല്ലപോലെ കുറഞ്ഞു. ഇപ്പോൾ സിനിമയിലൊക്കെ പൃഥ്വിരാജ് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒരു സീന് ബോറായി കഴിഞ്ഞാൽ അപ്പടുത്ത് ഫോൺ എടുത്തിട്ട് നോക്കുന്നുള്ളത്. ആ ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ പണ്ടാണ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു ആർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ആർട്ട് കാണാൻ റെഡിയാണ് ആൾക്കാർ. അതേ മൈൻഡ് സെറ്റിലാണ് ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്ക് അതൊരു ലൈക്ക് കറക്റ്റ് ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ അത് വാല്യൂ ചെയ്യാനോ പറ്റണമെന്നില്ല. അറ്റൻഷൻ സ്പാം നല്ല കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് ഇതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ചേഞ്ച് ചെയ്തത് കൊണ്ട് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനോ ആൾക്കാർക്ക് കണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ Go for user. യൂസർ സെൻട്രിക് ആവാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ലൈക്ക് ആർട്ടിനെ വാല്യൂ ചെയ്യുന്നൊരു ഇല്ല എന്ന് പറയില്ല ഒരിക്കലും. ഇപ്പോൾ എത്ര AI വന്നു കഴിഞ്ഞാലും ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഈഗോ അവിടെ ഉണ്ടാവും. തീർച്ചയായും കോണ്ടന്റ് റൈറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം അവിടെ Ultimately, see, you're not creating anything for മെഷീൻസ് അല്ലേ, നമ്മളെല്ലാവരും മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുണ്ടാവുക. ലൈക്ക് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, 5 റുപ്യ പെന്നുണ്ട്, 5 ലക്ഷം റുപ്യ പെന്നുണ്ട്. റൈറ്റ്. 5 ലക്ഷം റുപ്യ പെണ്ണ് പണിക്കാനും ആളുണ്ട്, 5 റുപ്യ പെണ്ണ് പണിക്കാനും ആളുണ്ട്. റൈറ്റ്. സോ എവറിബഡി നീഡ്സ് എവറിത്തിങ് അല്ലേ, എല്ലാത്തിനും ഒരു സ്പേസ് ഉള്ളത് തന്നെ അല്ലേ. അത് നമുക്കിങ്ങനെ പറയാം. ലൈക്ക് ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ്, മെൻ്റൽ ഹെൽത്ത് ആവട്ടെ എന്താവട്ടെ. അതേപോലെ ഡിസൈൻ ചെയ്യുമ്പോഴും മനുഷ്യന്മാരുടെ കാര്യത്തിൽ കൺസേൺ ആവണം. അതാണല്ലോ യൂസർ സെൻട്രിക് ആവണം എന്നുള്ളത് തന്നെയാണ്. അടിപൊളി. സോ I'll come back to ഹാക്ക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഹാക്ക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈനിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനൊന്നും നമുക്കില്ല. റൈറ്റ്. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് IIM ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ വി ഹാവ് ടു സ്റ്റാർട്ട് ഡിസൈൻ സ്കൂൾ. ആൻഡ് ഇന്നലെ വൈൽ വി വെർ ഡിസ്കസിങ് നമ്മൾ ഇന്നലെ അലുമിനി മീറ്റിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അരുൺ ചോദിച്ചു, അരുൺ ജേക്കബ് റൈറ്റ്, ചോദിച്ചു ഇങ്ങനെ ലൈക്ക് ഹൂ എൽസ് ഇസ് ദെയർ ഇൻ ഡിസൈൻ ലൈക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നവരുണ്ട് ഇതൊക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി എനിക്ക് ആൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഐ സെഡ് 2-3 names. Right? Beyond that he said നമ്മൾ ഇന്ന കോളേജ് ഉണ്ട് ഇന്ന ഡിസൈൻ. ഞാൻ പറഞ്ഞു അതെ, ദാറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് കോളേജ് ഡിഗ്രി വൈസിലായിട്ട് യെസ് ദെയർ ആർ. പക്ഷേ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോളേജിൻ്റെ പേര് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, പക്ഷേ ഇവിടെ ഉള്ളൊരു ഡിസൈൻ പ്രോഗ്രാമിൽ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സംഭവം ഒരു പെർട്ടിക്കുലർ ഈ രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ 2-3 കോളേജസ് നിന്ന് മൾട്ടിമീഡിയ ഓർ ഡിസൈനിലൊക്കെ ഡിഗ്രീസ് കഴിഞ്ഞിട്ടായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ വന്നുകൊണ്ട് ജോയിൻ ചെയ്യും. ആൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദാറ്റ് ഈസ് ലൈക്ക് അവർ ഒരു 3 വർഷം അവിടെ ഡിഗ്രിക്ക് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മാസം ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് ടു ലൈക്ക് അതായത് തിയറി കഴിഞ്ഞു ഇനി
they want to skill ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ മിക്ക ആൾക്കാരും വന്നിട്ടുള്ളത് ഫ്രം ദ സർവേ ദാറ്റ് വി ഹാവ് ടേക്കൺ റൈറ്റ്. ഇപ്പോൾ നെബുവിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നെബു പോയിട്ട് ഡിസൈനിൻ്റെ ഒരു പ്രോഗ്രാം ജോയിൻ ചെയ്തിട്ട് യു ക്വിറ്റ് ആൻഡ് കെയിം റൈറ്റ് ആൻഡ് ദെൻ യു ജോയിൻഡ് ആസ് എ ഫ്രീലാൻസർ ആൻഡ് അവിടെ നിന്നാണ് നെബു ഡിസൈനറായിട്ട് മാറുന്നത്. ഓർ നെബു ചെയ്ത വർക്കാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നെബു ദിസ് ഇസ് ഹൗ ഐ ഷുഡ് ബി ആസ് എ ഡിസൈനർ എന്നുള്ളത് മാറുന്നത്. ഇനീഷ്യലി സോഷ്യൽ മീഡിയ ഡിസൈനറായി, പിന്നെ ദെൻ യു വെൻറ്റ് ഇൻ ടു ജനറലി ആസ് എ ഡിസൈൻ നിലയ്ക്കായിട്ട് മാറി. പിന്നെ ദെൻ യു ഷിഫ്റ്റഡ് എൻറ്റയർലി ടു വിഷ്വൽ ഡിസൈൻ അല്ല ബ്രാൻഡിങ് ആൻഡ് ഐഡൻറ്റിറ്റി ഒക്കെ സെറ്റ് നിലയ്ക്കായിട്ട്. ഇവിടെ കുറേ ലേണിംഗ് ഉണ്ട് റൈറ്റ്. ആൻഡ് ഈ ലേണിങ്ങിൻ്റെ ഒക്കെ ബേസിസിലായിട്ടാണ് ഓക്കെ ഏത് പ്രോഗ്രാംസ് ആയാലും, അതായത് നമ്മുടെ ഡിസൈൻ സ്കൂളിൻ്റെ ഓഫ്ലൈൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, ബ്രാൻഡിങ്ങിൻ്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഓൺലൈനായിട്ടുള്ള ഗ്രാഫിക്കിൻ്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഫ്രം ദി എക്സ്പീരിയൻസസ് ആണ്. അതിന് മുന്നേ മാത്രമായിട്ടല്ല, ഇപ്പോൾ ഫറാൻ ആയിക്കോട്ടെ, ആഷിഫ് സൽമാൻ ആയിക്കോട്ടെ, എല്ലാവരും ഒരു കളക്റ്റീവ് ഇൻപുട്ടായിട്ടാണ് സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ദർ ഇസ് ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ഡിസൈൻ ഓൾസോ. ഇന്നും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് വിച്ച് ആർ ഓഫറിങ്സ് എ ഗ്രാഫിക് ഡിസൈൻ പ്രോഗ്രാം, ഫോട്ടോഷോപ്പ് പഠിക്കാം, ഇല്ലുസ്ട്രേറ്റർ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗും ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് പോയിട്ട് ഇതൊക്കെ പഠിക്കാനും പറ്റും റൈറ്റ്. സോ ഹൗ ഇസ് ഹാക്ക അല്ലെങ്കിൽ ഹൗ ഇസ് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് എങ്ങനെയാണ് ഈ ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് എന്ന് മാറിയിട്ട് സ്റ്റുഡൻസിന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പുതിയൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത്? ഹൗ ആർ വി പ്രെപ്പിംഗ് ഫോർ ദം ഓർ ഹൗ ആർ യു ക്രിയേറ്റിംഗ് പ്രോഗ്രാംസ് ഫോർ ദാറ്റ്? ഓക്കെ, അത് നമ്മൾ ഈ സ്പേസിൽ വരുന്നൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പേഴ്സ്പെക്റ്റീവ്, ലൈക്ക് ഒരു സാധനത്തിനെ കാണേണ്ടത് എങ്ങനെയാണ്, അത് റൈറ്റ് വേ ആണോ റോങ് വേ ആണോ, അല്ലെങ്കിൽ ഈ രീതിക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് രീതിക്ക് കണ്ടു കഴിഞ്ഞാലാണ് ബെറ്റർ. അത് ആ ഒരു പെർസ്പെക്റ്റീവ് ഡിസൈൻ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും. ലൈക്ക് ഓക്കെ, ഞാൻ ഫ്രീലാൻസ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ചെയ്യുന്ന കാര്യമേ അറിയുന്നുള്ളൂ, അവിടുന്ന് വേറെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് അത് പറഞ്ഞു തരാൻ ആളില്ല, അല്ലെങ്കിൽ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറയാൻ ഒരാളില്ല. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് കറക്റ്റ് ആവും. ലൈക്ക് ഡിസൈനിനെ കാണേണ്ട പെർസ്പെക്റ്റീവ് കറക്റ്റ്. ഇപ്പോൾ ചില ആൾക്കാർ എന്താണ് ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നുണ്ടാവുക ക്രിയേറ്റീവ് എന്നായിരിക്കും, അല്ലെങ്കിൽ വിഷ്വലി ഭയങ്കര, അല്ലെങ്കിൽ എസ്തെറ്റിക്സ്, അതൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഞാൻ വിശ്വസിക്കുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ആ രീതിക്കാണ് ഡിസൈനിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കൽ, ഇത് ഇപ്പോൾ ഒരു ഫ്രീലാൻസർ ഉണ്ട്, എന്നോട് അന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ ചെയ്യുന്ന ഫ്രീലാൻസ് വർക്ക് ആവട്ടെ, ഇപ്പോൾ എനിക്ക് ഗൈഡൻസ് തരുന്നത് ഹാരിസ് ക്യാ. ഒരു പോസ്റ്റർ ചെയ്യുന്നുണ്ട്, ഒരു ആഡ് പോസ്റ്റർ ചെയ്യുന്നുണ്ട്, ആ ആഡ് പോസ്റ്ററിൽ ഇത് കണ്ടന്റ് വായിക്കാൻ പറ്റൂല പോകാനെ, രസമുണ്ട് കാണാൻ, പക്ഷെ കണ്ടന്റ് വായിക്കാൻ പറ്റൂല. അപ്പോൾ ഓക്കെ, യൂസറിന് വായിക്കാൻ പറ്റൂല. അപ്പോൾ എനിക്കും വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തുകൊണ്ടായിരുന്നത്, പക്ഷേ അത് പീപ്പിളിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ലൈക്ക് നിങ്ങളൊരു യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണാന്നുള്ളൊരു ആ ഒരു തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ലൈക്ക് ജസ്റ്റ് ഒരു ടൂൾ തിയറിക്കലി പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ തിയറിക്കലി സാധനങ്ങൾ പഠിച്ചു വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം, അത് നമുക്ക് നാലാൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റും. പക്ഷേ പ്രാക്ടീസാണ് എപ്പോഴും നമ്മളെ ലൈക്ക് സ്കെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അപ്സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളൊരു സാധനം പഠിച്ച് തിയറി ആയിട്ടൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അതാണ്, അല്ലെങ്കിൽ അത് ഇതാണെന്നുള്ളത് വിശ്വസിക്കലല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് നമ്മളതിൽ ബെറ്റർ ആവാന്നുള്ളത്. അപ്പോൾ പ്രാക്ടീസ് കിട്ടും എന്നുള്ളതാണ്, പ്രാക്ടീസ് പരിപാടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അതാണ് ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കും പിന്നെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതും ഈ പെർസ്പെക്റ്റീവും പ്രാക്ടീസും എല്ലാം കൂടി കിട്ടുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈ മൈൻഡ് സെറ്റ് ലൈക്ക് എന്താ പറയുക, നമ്മൾ ഓക്കെ ഞാൻ ഹസിൽ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ജോബ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഞാനൊരു ഡിസൈനർ ആവുള്ളൂ എന്നുള്ളൊരു സാധനം. ഒരു സാധനം ചെയ്ത് ഓക്കെ ഞാനൊരു സംഭവം ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ പോവാണ്, ഞാൻ ഡിസൈനറായി, അങ്ങനെയല്ല. ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ ഡിസൈനർ ആവുള്ളൂ. അപ്പോൾ ആ ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ഒരു സർക്കിൾ, ആ ഒരു സ്പേസിൽ ഉണ്ടാവുന്ന നെറ്റ്വർക്ക് ആവട്ടെ, അവിടെയുള്ള ആൾക്കാരാവട്ടെ, ഈ മൈൻഡ് സെറ്റൊക്കെ ആൾക്കാരുടെ അടുത്ത് കിട്ടുന്ന സാധനമായിരിക്കും, ഈ പെർസ്പെക്റ്റീവ് ആൾക്കാരുടെ അടുത്ത് കിട്ടുന്നതായിരിക്കും. ഈ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ, ഓക്കെ അടുത്ത ആൾ നന്നായി ചെയ്യുന്നുണ്ട്, എനിക്കും ചെയ്യണം. അടുത്ത ആൾ കാണാപാഠം പഠിക്കുന്നുണ്ട്, ഞാനും കാണാപാഠം പഠിക്കണം എന്നല്ല, അടുത്ത ആൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്കും വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനമായിരുന്നു എനിക്ക് പണ്ട് ഫീൽ ചെയ്തത്, ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ അത് ഉണ്ട് എന്നുള്ളതാണ്, ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ലൈക്ക് കുറേ ഡിസൈനേഴ്സിനെ. പിന്നെ ഇപ്പോൾ ഒരിക്കലും ഡിസൈൻ സ്കൂളിൽ വന്നിട്ട് ഒരാൾ 4 മാസം കൊണ്ടോ അല്ലെങ്കിൽ 5 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 വീക്സ് കൊണ്ടോ
ഭയങ്കര അടിപൊളി ഡിസൈനറോ അല്ലെങ്കിൽ ഒരു പ്രോ ലെവലോ കംപ്ലീറ്റ്ലി ഒരു ഡിസൈനർ ആവില്ല. അവർക്ക് റൂട്ട് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിലാണ് പോകേണ്ടത്, എനിക്കിതാണ് ബെറ്റർ. അപ്പോൾ നമ്മളൊരു ഈ 5 month കോഴ്സ് ഡിസൈൻ ചെയ്തത് തന്നെ ആ രീതിക്കാണ്. 5 month കോഴ്സിൽ ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, മോഷൻ ഗ്രാഫിക്സ് ഉണ്ട്, UI UX ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യും, പഠിച്ചോനെ ഈ 5 മാസം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇതൊക്കെ പഠിച്ച് എന്താ പറയുക കംപ്ലീറ്റ് ആവുമോ? ഒരു ഡിസൈനറുടെ അടുത്ത് പോയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇത് നടക്കൂല, ഒരു പുച്ഛത്തോടെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഈ 5 monthൽ ആളെന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഞാൻ പോകേണ്ട റൂട്ട് ഇതാണ്, എനിക്കിത് തിരിച്ച് പേ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡോപ്പമിൻ കിട്ടുന്നുണ്ട്, എൻ്റെ കരിയർ ഇതിൽ സെറ്റാക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതും മനസ്സിലാവുന്നുണ്ട്. ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോയിൻ ചെയ്ത് ആൾക്ക് ഗ്രാഫിക് ഡിസൈനിൽ നല്ലപോലെ എക്സ്പോഷർ കിട്ടി, എക്സ്പീരിയൻസ് കിട്ടി. അത് കഴിഞ്ഞ് നേരെ UI UX സ്വിച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എനിക്കുണ്ട് എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാവും, റൂട്ട് ഫൈൻഡ് ആവും, കരിയറിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ കരിയർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരിക്കലും കംപ്ലീറ്റ്ലി ഡിസൈനർ ആവില്ല. അതിപ്പോൾ നമ്മളും കംപ്ലീറ്റ്ലി ഡിസൈനേഴ്സ് അല്ലേ. തീർച്ചയായിട്ടും അതായത് എല്ലാവർക്കും ഉള്ളൊരു മിസ്കൺസെപ്റ്റ്, അത് എനിക്കൊന്നും ഡിസൈനിൽ മാത്രമല്ല തോന്നുന്നു, എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ്. നമ്മൾ 4 മാസം അല്ലെങ്കിൽ 5 മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം ആയി, റൈറ്റ്, ഇതായി, എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി എന്നാണ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഇസ് വെയർ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആശയം തന്നെ കൊണ്ടുവെക്കാൻ തന്നെയുള്ള ഫസ്റ്റ് തൊട്ടേ കൊണ്ടുവെക്കാനുള്ള സംഭവം എന്ന് പറയുന്നത്. കാരണം ഈ 5 മാസം കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇന്നലെ അലുമിനി മീറ്റപ്പിന് വന്ന 2 സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് സംസാരിച്ചതാ. ആ ക്ലാസ്സിലത്തെ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നത്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ലൈക്ക് ഞാൻ അന്ന് അവരടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ടൂൾസിൽ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട, ടൂൾസ് അല്ല പഠിക്കേണ്ട, ടൂൾസ് നിങ്ങൾക്ക് ലൈക്ക് അതൊരു നിങ്ങളൊരു കോൺഫിഡൻറ്റ് മെറ്റീരിയലാണത് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ ടൂൾസ് ഉണ്ട്, അതാണ് ആ ടൂൾസ് എന്ന് പറയുന്ന ഒരു സംഭവം. ബാക്കി ഒരു പ്രോസസ്സ് ഉണ്ട്, അത് പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഓൻ ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എന്തോ ഒരു സാധനം, ഒരു സ്റ്റക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, ഓക്കെ, നീ ഫസ്റ്റ് വരുമ്പോൾ നിൻ്റെ ഏറ്റവും വലിയ കൺസേൺ, ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ടൂൾസ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന പ്രശ്നം ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സ് ബിൽഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടൊരു സാധനം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചെയ്ത ഡിസൈന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതല്ലേ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഈ സാധനമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന ഒരു ബിഗിനറിന് വലിയ പ്രശ്നമായിരിക്കില്ല, പക്ഷേ ഇതൊരു പോയിൻ്റാണ്. ഇതാണ് ശരിക്കും ജേണി എന്ന് പറയുന്നത്. ഡിസൈൻ ജേണി ശരിക്കും ഇങ്ങനെയാണ് പോകേണ്ടത്. ഫസ്റ്റ് നമ്മൾ ടൂൾസിൽ ഭയങ്കര ലൈക്ക് കൺസേൺ ആവണം, അത് പഠിക്കണം എന്നുള്ളൊരു സാധനം കൺസേൺ ആവണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ബ്രേക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേറെ പ്രശ്നം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ പോവും, ഇതതിൻ്റെ ജേണിയാണ്, ഇതങ്ങനെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു പരിപാടിയിലായിരിക്കും ബെറ്റർ ആവുക. അടിപൊളി. അതായത് കേരളത്തിൽ എന്നല്ല, ഐ തിങ്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ എവിടെയും കാണാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നടക്കുന്നുണ്ട്, റൈറ്റ്. ഇത് ഞാൻ വെറുതെ പറയണല്ല, ലൈക്ക് വെരി ഷുവറാണ് വേറെ എവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കാണാനായിട്ട് പറ്റൂല. മേ ബി പ്രോബ്ലി ഇന്ത്യയിൽ നടക്കുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞു തന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലേണിംഗ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പ്രൊജക്ട് ബേസ്ഡ്, അത് ആക്ടിവിറ്റി കൈൻഡ് ഓഫ് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടാവും. ഇപ്പോൾ പൊതിച്ചോറായാലും റീബ്രാൻഡിങ് അങ്ങാടി ആയാലും, അതല്ല നമ്മളെ എന്താ പറയുക ഡിസൈൻ ഗാലറി ആയാലും, മീറ്റ് ദ വെൻഡർ ആയാലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, റൈറ്റ്. ആൻഡ് പലപ്പോഴും പല ആൾക്കും ഞാൻ സ്റ്റുഡൻസിനെ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള സംഭവം, ഇതൊരു ബേർഡനായിട്ട് കാണലുണ്ട്. ഞാനിത് എന്തിനു ചെയ്യണം, ഞാൻ എന്തിനു TJFൻ്റെ ഭാഗമാവണം, ഞാൻ എന്തിനു ബ്രാൻഡ് വാറിൻ്റെ ഭാഗമാവണം. ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തതിൻ്റെ, ഈ പ്രൊജക്ട്സ് ഡിസൈൻ ചെയ്തതിൻ്റെ റീസൺ. അതേപോലെ അതിന് മുന്നേ ഐ തിങ്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഈ പൊതിച്ചോറുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയാനുണ്ടാവും. അതേപോലെ ഇതിൻ്റെ ബിഹൈൻഡ് ദ റീസണും കൂടെ ഒന്ന് ഷെയർ ചെയ്തതിനാൽ ഐ തിങ്ക് ഞാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ഈ പ്രോജക്ട്സ് എന്തിനാണെന്നുള്ളത് പറയാം. നമുക്കിവിടെ ലൈക്ക് ഹൈഫൈ വിത്ത് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ 12 Day 12 ഡിസൈൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ റീബ്രാൻഡിങ് അങ്ങാടി ഉണ്ട്. പിന്നെ ബി ദ വഴികാട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ബ്രാൻഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോജക്റ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്നുള്ളൊരു സാധനം പറഞ്ഞുതരാം. ഇപ്പോൾ 5 മാസം ഇതെല്ലാം ചെയ്യുന്ന ഒരു ഹൈഫൈ വിത്ത് ക്രിയേറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഒരു ഹൈഫൈ വിത്ത് ക്രിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഡിസൈൻ സ്കൂളിൽ വന്നിട്ട് പഠിക്കുക, ഡിസൈൻ സ്കൂളിൻ്റെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഓക്കെ, നിങ്ങൾ പൊട്ടക്കുളത്തിലെ തവളകളാവരുത് എന്ന് അറിയില്ല, നിങ്ങൾ ഇത് മാത്രം പഠിക്കരുത്, പുറത്തുള്ളതും പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് വന്നിട്ട് മാത്രം പഠിക്കുക എന്നുള്ളൊരു സാധനം ബ്രേക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു ഡിസൈനറിനെ
അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിനെ പോയിട്ട് മീറ്റ് ചെയ്യുക. ഡിസൈനർ ആവണമെന്നില്ല, ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ എന്തും ആവാം, ആർട്ട് ഡയറക്ടർ ആവാം, ഏത് രീതിക്കാവാം, ഒരു ഫിൽം മേക്കർ ആവാം, എങ്ങനെ ആവാം. അപ്പോൾ ഒരു ക്രിയേറ്റർ ആ ക്രിയേറ്ററിനെ പോയിട്ട് മീറ്റ് ചെയ്യാൻ, ഒരു ക്രിയേറ്ററിനെ ഫൈൻഡ് ചെയ്യുക. ഈ ഫൈൻഡ് ചെയ്യുന്ന ക്രിയേറ്റർ ആരാവണം? ആൾക്ക് ഇൻസ്റ്റഗ്രാം എക്സ്പോഷർ അല്ല വേണ്ടത്, ആൾക്ക് കുറേ ഫോളോവേഴ്സോ ലൈക്കോ അല്ല വേണ്ട. ആൾക്ക് വേണ്ടത് നല്ല പോർട്ട്ഫോളിയോ, നല്ല അടിപൊളി പോർട്ട്ഫോളിയോസ് വേണം. ഈ പോർട്ട്ഫോളിയോയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരാളെ തപ്പിപ്പിടിച്ച് അയാളെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളൊരു സാധനമല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ ഫൈൻഡ് ചെയ്യുക. അവരെ ഇപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നത് യെല്ലോ ടൂത്ത് എന്ന് പറയുന്ന മലയാളം ഇൻഡസ്ട്രി, ലൈക്ക് മൂവി ഇൻഡസ്ട്രിയിൽ എല്ലാ പോസ്റ്റേഴ്സും ചെയ്യുന്ന ടീമാണ് യെല്ലോ ടൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ആ ഫൗണ്ടറിനെ പോയി കൊച്ചിയിൽ പോയി ഇവർ 4-5 സ്റ്റുഡൻസ് ലൈക്ക് ഗ്രൂപ്പ്സ് ആക്കി ഒരു ബാച്ചിൽ 3 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ഗ്രൂപ്പ് കൊച്ചിയിൽ പോയി അവിടെ പോയി മൂപ്പരെ മീറ്റ് ചെയ്ത് മൂപ്പരടുത്ത് നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് ഉണ്ട്, മൂപ്പരടുത്ത് നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇത് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറയാം. എന്തുകൊണ്ട് ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് ഇത് എടുക്കുന്ന പെർസ്പെക്റ്റീവും എൻ്റെ പെർസ്പെക്റ്റീവും പറയാം. ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നു. നമുക്ക് ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ലൈക്ക് മൂപ്പരെ ഇൻസ്റ്റഗ്രാമൊക്കെ കാണുമ്പോൾ ഓ അടിപൊളി നല്ല ഡിസൈൻസ് അല്ലെങ്കിൽ ഭയങ്കര എക്സ്പോഷർ കിട്ടിയ ഡിസൈൻ, ഇയാളിതെങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ ഇയാൾ ഈ കരിയറിലേക്ക് എങ്ങനെ എത്തിയേ. അപ്പോൾ ഈ ബാരിയർ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നിടത്ത് ലിമിറ്റേഷൻ ഉണ്ടാവും, മൂപ്പരുടെ നിന്ന് റീപ്ലൈ കിട്ടാൻ ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സ്കൂൾസിൽ നിന്ന് കിട്ടിയൊരു പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ പോയി മൂപ്പരെ ജേണി കേട്ട് അതിൽ ആ സ്റ്റുഡൻസിൻ്റെ ഒരു 10 ആൾക്കാരുള്ള ഒരു ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ആ ഫീൽഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക കരിയർ ജേണി എനിക്കും വേണം എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് എത്തുക അല്ലെങ്കിൽ മൂപ്പരടുത്ത് ഇത് ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് ഈസി ആക്കി കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പുതിയൊരു നോളജാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഫിലിം പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ എനിക്കറിയാവുന്നുണ്ടായിരുന്നു. ഞാനൊരു പോസ്റ്റർ ചെയ്യാൻ നിൽക്കുന്ന സമയത്തൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ആസ്പെക്റ്റിൽ അവർ നോക്കുക, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ബ്രീഫ് എങ്ങനെയാണ് കിട്ടുക, അതൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവരറിഞ്ഞു. ഇനി വേറൊരാൾ പോയത് പോൺസ്പെൽ എന്ന് പറയുന്ന ലൈക്ക് ഓൺ ക്രിയേറ്റേഴ്സ് ഒരു ക്രിയേറ്റർ ഉണ്ട്. മൂപ്പരടുത്ത് പോയി മൂപ്പരെ മീറ്റ് ചെയ്ത് ശ്വാസം എന്നല്ലേ ഒരു ഫോണ്ട് ഉണ്ട് കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫോണ്ടാണ്. അപ്പോൾ മൂപ്പരെ പോയി മീറ്റ് ചെയ്തിട്ട് അയാൾ എങ്ങനെയാണ് ഈ ഫോണ്ട് ക്രിയേറ്റ് ചെയ്തത്, ഫോണ്ടിൻ്റെ ലൈക്ക് ഒരു ടൈപ്പ് ഫേസ് എന്ന് പറയുന്ന ഒരു കരിയർ തന്നെ ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് ചീറ്റോസിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് തന്നെ. അപ്പോൾ അതിങ്ങനെ ലൈക്ക് എന്താ പറയുക അതിൻ്റെ ഒരു കരിയർ എന്താണെന്നുള്ളത് അറിയാണ്, അതിലേക്ക് പോവാണ്, അത് മനസ്സിലാക്കുകയാണ് അങ്ങനെ. പിന്നെ ഒരാൾ എക്സ്പ്രോസ് പോലത്തെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്, മൂപ്പര് ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോവാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്നത് ഓക്കെ നമ്മളിവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളൊരു പൊട്ടക്കുളത്ത് തവള ആയത് പുറത്തും പോയിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഐ5 വിത്ത് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഇതാണ്. ഇനി വഴികാട്ടി ബി ദ വഴികാട്ടി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിങ് പ്രൊജക്റ്റാണ്. അതിൽ നമുക്കൊരു ഇപ്പോൾ ദുബായിലൊക്കെ പോകുകയാണെങ്കിൽ, ഞാൻ ദുബായിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു സാധനമാണ് അവിടുത്തെ ഒരു നാവിഗേഷൻ ഉണ്ട്, ബ്രാൻഡിങ് നാവിഗേഷൻ. പിന്നെ ഐക്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര എന്തിനാ ഈ ആരോടെ വെച്ചത്, ഇതിങ്ങനെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണ്ട, തപ്പിപ്പിടിക്കണ്ട. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കാലിക്കറ്റും കാസർഗോഡ് നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്നത്, ഇവിടുന്ന് ഒരു 5 വർഷമായിട്ട് കാലിക്കറ്റ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല ട്രെയിനിൽ ഇങ്ങനെ കറക്റ്റ് കയറുക അല്ലെങ്കിൽ നോക്കുക, ഭയങ്കര പണിയാണ് ബുക്ക് ചെയ്യുക പരിപാടി അതൊക്കെ. പക്ഷേ ദുബായിൽ പോയിട്ട് 2 ദിവസത്തിൽ അവിടെ ലൈക്ക് എന്താ പറയുക മെട്രോയിൽ വരാനും പഠിച്ച്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരെ നാവിഗേഷനാണ്, അവിടെ ഒരു കണ്ണ് കാണാത്ത ആൾക്കാർക്ക് എങ്ങനെ പോകണം എന്ത് വരണം എന്നുള്ളത്. അപ്പോൾ ആ നാവിഗേഷൻ നമ്മളുടെ മാനാഞ്ചിറ സ്ക്വയറിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോട് വരുന്ന ഒരാൾക്ക് ബീച്ച് അല്ലാണ്ട് വേറെ എവിടെയൊക്കെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴികാട്ടുന്ന ഒരു ബ്രാൻഡിങ് പ്രൊജക്റ്റാണ്. അതിൽ കുറേ എലമെൻറ്റ് വരും, UI UX ഉണ്ടാവും, ചിലപ്പോൾ അതിൽ വീഡിയോ എഡിറ്റിങ്ങിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും. അങ്ങനെ കുറേ എലമെൻറ്റ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് ബി ദ വഴികാട്ടി. പിന്നെ റീബ്രാൻഡിങ് അങ്ങാടി പതിനഞ്ചര മൊത്തം റീബ്രാൻഡ് ചെയ്യാൻ പോവാണ്. അതിൽ ഒരു 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 എസ്തെറ്റിക്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സാധനം. പിന്നെ ഇവർ പോയിട്ട് ഒരു കസ്റ്റമറിനെ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാണ്, ആ ഷോപ്പിലത്തെ ആളെടുത്ത് പോയി അവരോടുത്ത് സംസാരിച്ച് ഇതെന്താണ് നിങ്ങൾക്ക് വേണ്ടത്, മൂപ്പരെ വിഷനും സ്റ്റുഡൻസിൻ്റെ വിഷനും അലൈൻഡ് ആ ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് റീബ്രാൻഡിങ് അങ്ങാടി എന്ന് പറയുന്നത്. പിന്നെ ബ്രാൻഡ് റൂട്ട് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം ബ്രേക്ക് ചെയ്യണം. അത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്കൊരു
ഒരു പോസ്റ്റർ കണ്ട് ഫസ്റ്റ് നിങ്ങൾ എന്താണ് നോക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് നിങ്ങൾ എന്താ കാണുക, ആ ഒരു പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, യു എക്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, യു ഐ ഉണ്ട്, യു എക്സ് ഉണ്ട്, രണ്ടും ഉണ്ട് അതിൽ. ലൈക്ക് അത് യു ഐ യു എക്സ് പ്രോജക്റ്റ് അല്ല, ആക്ച്വലി ഡിസൈൻ പ്രോജക്റ്റാണ്. Okay. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ 2 പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. ഒരു പാക്കേജ് ഭയങ്കര പ്രീമിയം ലുക്കുള്ള പാക്കേജ്, ഒന്ന് ഭയങ്കര ഒരു ലോക്കൽ, അത് ചിപ്സിൻ്റെ പാക്കേജ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ, ഒന്ന് ഭയങ്കര പ്രീമിയം ലുക്ക്. ഇതിൽ ഉള്ള ചിപ്സ് രണ്ടും സെയിം ആണ്. ഇനി ഞാൻ ബീച്ചിൽ പോയിട്ട് ആൾക്കാരുടെ അടുത്ത് സെല്ല് ചെയ്യാണ് ഈ 2 പ്രോഡക്റ്റും. അപ്പോൾ ഒരു ഡോക്ടർ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക? ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. മൂപ്പര് വിചാരിക്കാം ഓക്കെ ഇത് ഹെൽത്തി ആയിരിക്കും, ഇത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി കുഴിമണിക്കകത്ത് പോകുന്ന സമയത്ത് മൂപ്പര് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവും. മൂപ്പര് വിചാരിക്കാം ഓക്കെ ഇതാണ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, മറ്റേ നല്ല പ്രൈസ് ഉണ്ടാവും. ഇത് ഈ തോട്ട് പാക്കേജ് ഡിസൈനിലാണ് ഒരു പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡിസൈനർ ചെയ്യുന്ന സമയത്ത് എസ്തെറ്റിക് ബ്യൂട്ടി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് എന്തിനാണ്, ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കുറേ രീതിക്കുണ്ട്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാം. റിസർച്ചാണ് ബേസിക്കലി, റിസർച്ചാണ്. അത് ഡിസൈൻ അണ്ടർസ്റ്റാൻഡിങ്ങോ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം, ഒരു തിങ്കിങ് പ്രോസസ്സ്. ഇതിലേക്ക് പക്കാ റിസർച്ചിൽ പോയി അതിനെ പഠിച്ച് മനസ്സിലാക്കി ഇത് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും. എന്ത് ചെയ്യുകയാണെങ്കിലും ബ്രാൻഡ് റൂട്ടിൻ്റെ ഇതിൽ വരുന്ന സമയത്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിസൈനും ബാഡ് ഡിസൈനും പൊതിച്ചോറ്, ഡിസൈൻ ഗാലറിയ. ഡിസൈൻ ഗാലറിയ ജസ്റ്റ് ഒരു എക്സ്പോഷറാണ്. അത് സെയിൽസ് ജസ്റ്റ് ഓരോ ഡിസൈൻ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇത് പറയാം, ലൈക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്നൊരു ഡിസൈൻ ഗാലറി കഴിഞ്ഞതിന് ശേഷം എടുത്ത് പറഞ്ഞൊരു എക്സ്പീരിയൻസാണ്. ആള് നന്നായിട്ട് അടിപൊളി ഡിസൈൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് വേറൊന്നിൽ ഒരു നോർമൽ കോപ്പി, മേക്ക് സം ഒച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പി, അത് കുറേ ടൈമൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇത് രണ്ടും നമ്മളെ ഏജൻസിയിൽ ഡിസൈൻ ഗാലറിൻ്റെ ലൈക്ക് അവർ സ്റ്റോളായിട്ട് വെക്കുകയാണ്. ഇതിൽ മേക്ക് സം ഒച്ച എന്നുള്ള ഡിസൈൻ പോയി, അത് ആൾക്കാർ വാങ്ങി. ഈ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച ആർട്ട് ആരും വാങ്ങിയില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി, എന്താണിത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഏജൻസിയിലുള്ള ഇവിടെ വാങ്ങാൻ വരുന്ന ആൾക്കാർ ഏജൻസിയിലുള്ളതും പിന്നെ നമ്മളെ സ്റ്റാഫും നമ്മളെ സ്റ്റുഡൻസൊക്കെയാണ്. ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവർ വാങ്ങുള്ളൂ. അവിടെയും പഠിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതാരാ വാങ്ങുന്നതെന്നുള്ളത് അറിഞ്ഞിട്ട് ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കി. വേറൊരു കാര്യം, ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഭയങ്കര ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത്, ഫുട്ബോൾ ഫാൻസ് കുറേ ഉണ്ട് ഇവിടെ. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയിലത്തെ എന്തെങ്കിലും പാട്ടിൻ്റെ ലൈനായിരിക്കും, അത് മീംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് മാർക്കറ്റേഴ്സും ഡിസൈനേഴ്സാണ്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് കൊടുക്കുക. വേറൊന്ന് നല്ല ടാലൻസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ ഇങ്ങനെ സാധനം സെല്ല് ചെയ്യുക, ഇത് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്. ഒരു ഡിസൈനർ, മെജോറിറ്റി ഓഫ് ഡിസൈനേഴ്സ്ക്കും ഇല്ലാത്തൊരു സംഭവമാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് ടൈം ചെയ്ത സമയത്ത് ഒരാൾ നന്നായിട്ട് ഒരു ആൽബം കവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആളെ ഏതോ ഒരു റാപ്പ് സോങ്ങിലും പിന്നെ ആൽബം ചെയ്യുന്ന ടീം ഇവരെ കണക്ട് ചെയ്ത് മൂപ്പര് ലൈക്ക് ആ ചെക്കനത് ചെയ്തു കൊടുത്ത് അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കിട്ടി. അപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് ആൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത്, ബിഹാൻസ് പോസ്റ്റ് ചെയ്ത് ആൾക്കാർ കാണുകയാണ്, ഇത് വാങ്ങുകയാണ്, അടുത്ത ലൈക്ക് വർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറാണ് നടക്കുന്നത്. ഫൈനലി പൊതിച്ചോറ് ഒരു പാക്കേജ് ഡിസൈൻ പ്രോജക്റ്റാണ്. നമ്മൾ ലൈക്ക് ചില പാക്കേജസ് നമുക്ക് ഈസി ആക്കി തരുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഫാമിലി പാക്ക്, ഒരു കൊക്കക്കോലയുടെ വലിയ ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കാൻ നേരത്ത് 2 കൈ 2 കാലൊക്കെ ഉപയോഗിച്ചിട്ട് ഒഴിക്കുക, സാധനം ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഒരു യൂസർ സെൻട്രിക് ആയിട്ടൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, ഈ പാക്കേജിൽ ആൾക്കാർ എന്ത് പെർസ്പെക്റ്റീവിലാണ് കാണുക, ഇത് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആവും, അത് മനസ്സിലാക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇത് ഈ പ്രോജക്റ്റിന് വേറൊരു സാധനം കൂടി ഉണ്ട് ഇതിൽ. ഇപ്പം നമ്മൾ ഇന്ന് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഒരു കമ്പനിയിലായിരിക്കും ഉണ്ടാവുക, വല്ല അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്പനിയോ അല്ലെങ്കിൽ ഇൻ ഹൗസ് ആയിട്ട് ഡിസൈനേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അവിടെ ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെ ക്ലയൻറ്റിൻ്റെ നീഡ് അനുസരിച്ചിട്ട് സാധനം കൊടുക്കേണ്ടി വരും. അവിടെ നമുക്ക് ഈ പ്രോസസ്സ് കിട്ടൂല, ഈ പ്രോസസ്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ ഫ്രീലാൻസർ ആയിട്ടുണ്ടായിരുന്ന ഞാൻ ഒരു പ്രോജക്റ്റിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും മതി, ഇതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സ് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന എൻഡ് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് ഇപ്പം തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അത് ഈ പ്രോജക്റ്റ് ചെയ്തിട്ട് ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ ഇതാണ് ഇപ്പോൾ ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ ഇത് ഭയങ്കര നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിലും ഭയങ്കര ഫണ്ണായിട്ടുള്ള പ്രോജക്റ്റാണ്, ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഡിസൈനേഴ്സിന് ഒരു സാധനമുണ്ട്, ഒരു ഡോപ്പമിൻ റഷ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൈ കിട്ടുമ്പോൾ ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. അപ്പോൾ അത്
ഇപ്പോൾ കിട്ടും. ഒരു ഏജൻസിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് 100 പ്രോജക്റ്റിൽ ഒരു 9 എണ്ണമായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ എന്നുള്ളതാണ്. അടിപൊളി. ഹൗ ഇസ് AI ഹെൽപ്പിംഗ് ഇൻ ഡിസൈൻ? ഞാൻ ക്രെറ്റ് എന്നുള്ള സാധനം ഒരിക്കലും പറയില്ല, കാരണം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ത്രെറ്റ്. ഒരിക്കലും അല്ല. ഓഫ് കോഴ്സ് ഒരു എന്താ പറയുക, കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാൾ മേ ബി ടേക്ക് എ ജോബ്. ക്രെറ്റ് കിട്ടും അടുത്ത സാധനമാണ്. ഹൗ ഇസ് AI ഹെൽപ്പിംഗ് ഇൻ ഡിസൈൻ? അതേപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ഹൗ ആർ വി മേക്കിംഗ് ഇറ്റ് AI ഫസ്റ്റ് ഫോർ ദം? ഓക്കെ, AI ഞാൻ ലാസ്റ്റ് നമ്മൾ ലൈക്ക് മെൻറ്റേഴ്സ് എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ AI കുറിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പോകണം, അപ്പോൾ നിങ്ങളെല്ലാവരും കൊണ്ടുപോകാന്നുള്ളത്. എന്നിട്ട് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് തന്നെ UI/UXൻ്റെ ടീം വന്നിട്ട് പറയാണ്, വി ആർ നോട്ട് ഇൻറ്റഗ്രേറ്റിംഗ് AI, നമ്മൾ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഞാനിങ്ങനെ കുറച്ച് നേരം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഓക്കെ എല്ലാവരും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നുള്ളത്, അപ്പോൾ സ്റ്റുഡൻസിനെ കൊണ്ട് AI ചെയ്യിപ്പിക്കേണ്ടതല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഓക്കെ, AI വന്ന് ഭയങ്കര കാര്യങ്ങളൊക്കെ ഈസിയാക്കി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ AI നിങ്ങൾ ലൈക്ക് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് പ്രോസസ്സ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം AI കുറിച്ച് പഠിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ AI തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UI/UXൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂസർ സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാനുള്ള, മനുഷ്യന്മാരിന് അങ്ങോട്ടേക്ക് എന്താ ചിന്തിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് UI/UXനെ കാണുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ AI ഇൻവോൾവ്മെൻറ്റ് കുറേ സ്ഥലത്ത് ലൈക്ക് പ്രോസസ്സിനെ ഈസി ആക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ഈ കളക്ട് ചെയ്യാൻ AI ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. പക്ഷേ ഈ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഒരു UX ഡിസൈനറിനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഡാറ്റയാണ് വേണ്ടതെന്നുള്ളത് ആ ഡിസൈനറിനെ കിട്ടുള്ളൂ. ആ പെർസ്പെക്റ്റീവ് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ AI എംപവർ ചെയ്യാനായിട്ട് ലെവറേജ് ചെയ്യാനായിട്ട് ഒരു സ്ഥലമായിട്ട് കൊടുക്കുക. അപ്പോൾ വേറെ ലൈക്ക് നന്ദിത വന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ ലൈക്ക് ഒരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ ഞാൻ AI ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യൂല എന്നുള്ളത്. പക്ഷേ എനിക്ക് AI കൊണ്ടുവരണം. ഞാൻ AI കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഒരു പ്ലഗിൻ ഇട്ട് കഴിഞ്ഞാൽ, AI പണ്ടേ ഉണ്ട്, ലൈക്ക് ഡിസൈൻ ടൂൾസിൽ പണ്ടേ ഉള്ളതാണ്. ഒരു സാധനം ഒബ്ജക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് തരുന്നത് AI പ്രോസസ്സാണ്. പക്ഷേ ഇത് ലാസോ ടൂൾ, അത് കുറേ ടൂൾസ് അവിടെ ഓൾറെഡി ഉള്ളതാണ്. ഇത് ആൾക്കാർ AI എന്ന് പറയുമ്പോൾ ഭയങ്കര ആ ഒരു ലൈക്ക് പെർസ്പെക്റ്റീവിലാണ് കാണുന്നുള്ളത്. അപ്പോൾ അത് മാറിയിട്ട് ഈ പ്രോസസ്സിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നന്ദിതവും കൊണ്ടുപോയി AI വെച്ചിട്ടുണ്ട്. അപ്പോൾ AI ലൈക്ക് നമ്മൾ AI തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സല്ല, AI ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ ടൂൾസ് നമ്മൾ പറയലാണ്, നമ്മൾ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതുവരെ ഒരു സ്റ്റുഡൻറ്റും ബുക്കിൽ നോട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല, എല്ലാവരും സോഫ്റ്റ്വെയറിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ AI നിങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ, ആ ഒരു പ്രോസസ്സിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ വേറൊരു ലൈക്ക് ഞാനത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയത്, നമ്മൾ സ്റ്റുഡൻറ്റ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു AI ഇൻറ്റേണിനെയും കൂട്ടിയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ AI ഇൻറ്റേണായിട്ട് കാണുക എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി. ലൈക്ക് നമ്മളെ പ്രോസസ്സിന് ഈസി ആവും. അതുപോലെ ലൈക്ക് രണ്ട് ക്വസ്റ്റ്യൻ, ഐ തിങ്ക് ലാസ്റ്റ് വൺ ആഫ്റ്റർ ദി അതർ. ഒരുപാട് ആൾക്കാർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രെൻഡ് വയ്ക്കുന്ന ആർക്ക് പണി വേണ്ട, റൈറ്റ്? ആർക്കും പണി വേണ്ട. അത് എല്ലാവരും പ്ലേസ്മെൻറ്റ്സിലോട്ട് വരുന്ന സമയത്തൊക്കെ ഞാനൊന്ന് കുറച്ച് ബ്രീത്ത് ചെയ്തോട്ടെ, ഒന്ന് റെസ്റ്റ് ബ്രേക്ക് എടുത്ത് ചെയ്യാവുന്ന ഒരു സാധനം, ബ്രേക്ക് എടുത്ത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണം, റൈറ്റ്? അത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഫ്രീലാൻസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടിയാണ്, റൈറ്റ്? സോ what one advice you will give for any freelancers or freelance aspirants? ഓക്കെ, അത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ലൈക്ക് എല്ലാ ബാച്ചിലും പോയി പറയുന്നൊരു സാധനമുണ്ട്, ഫ്രീലാൻസിങ് ഒരു കരിയറാണ്, അത് അടിപൊളി കരിയറാണ്, ഭയങ്കര രസമായിരിക്കും, എവിടെ പോയി വേണം പണിയെടുക്കാം. പക്ഷേ അവിടെ നമ്മൾ ഫ്രീലാൻസിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ലൈക്ക് ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്ന സമയത്ത് വെരി ബാഡാണ്, ഭയങ്കര മോശമാണ് ഫ്രീലാൻസ് ചെയ്യാൻ, ഞാൻ മോശമാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിൻ വേണം. ഫ്രീലാൻസർ ആകുന്ന സമയത്ത് നല്ല ഡിസിപ്ലിൻ വേണം. വേറൊരു കാര്യം, അവിടുത്തെ സെയിൽസ്മാൻ ഞാനാണ്, അവിടുത്തെ ലൈക്ക് എന്താ പറയുക കോർഡിനേറ്റർ ഞാനാണ്, അവിടുത്തെ ഡിസൈനർ ഞാനാണ്, ബോസ് ഞാനാണ്, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കാര്യം പഠിക്കാനോ പറ്റണമെന്നില്ല. അപ്പോൾ ഫ്രീലാൻസിങ്ങിൽ കുറേ കാര്യങ്ങൾ ലൈക്ക് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷേ ആ ഒരു ഡിസിപ്ലിൻ ഇല്ലാണ്ട് ഒരാളും ഫ്രീലാൻസിങ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റിയോ ഡിസിപ്ലിനോ ഇല്ലാണ്ട് ഒരാളും ഫ്രീലാൻസിങ്ങിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക, നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട്. ഞാൻ അന്ന്
ഇൻഡീഡിലും പിന്നെ നൗക്കരി ഇതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് കോൾ വരും ജോബ് വേണോ എന്ന് വെച്ചിട്ട്. ലൈക്ക് ആ സമയത്ത് കുറേ ഓപ്ഷൻസ് ഇല്ല. അന്ന് ഞാനൊരു ഇൻ ഹൗസ് ഡിസൈനറൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ഭയങ്കര ടഫായിരുന്നു. നമുക്ക് എക്സ്പോഷർ കിട്ടാൻ ഭയങ്കര ടഫായിരുന്നു. കുറേ കാലമൊന്നുമല്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ലൈക്ക് ആ ഒരു പരിപാടി തുടങ്ങുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസാണ്, കുറേ ചോയ്സസാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കാണുന്നില്ല. ഇപ്പോൾ ഇന്നലെ മൂപ്പര് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കരിയർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ സംഭവം. അപ്പോൾ ഇത് ഫ്രീലാൻസറായിട്ട് നിങ്ങൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കരിയർ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ വേണം. അവിടെ നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നതെന്നുള്ളത് വേണം. നിങ്ങളെ വർക്കിന് റിവ്യൂ ചെയ്യേണ്ടത് ആരാന്നുള്ളത് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഫ്രീലാൻസിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ലൈക്ക് നിങ്ങളെ അപ്സ്കിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂല. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ ഒരു ഡിസൈനർ പ്രശ്നം പിന്നെ തോന്നാം, പിന്നെ ആ ഒരു സാധനം വരുമായിരിക്കും. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളെ കരിയർ ഇതാവുന്നില്ല, ലൈക്ക് നമ്മൾ റിട്ടയർ ആവാന്ന് പറയുന്നൊരു സാധനം ആ സമയത്തൊക്കെ ഫ്രീലാൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ടാവും. നല്ലതായിരുന്നു ഫില്ല് ചെയ്ത് കൊടുക്കുക. കൺസൾട്ടിങ് ആയോ ആ സമയത്ത് പോയി ഇല്ലെങ്കിൽ ലൈക്ക് നമ്മൾ എന്താ പറയുക, ഈ കരിയറിൽ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യണം, കുറച്ച് റിവ്യൂസ് പെർസ്പെക്റ്റീവ്സ് റീസൈസ് ചെയ്യണം ആൾക്കാരെ, പെർസ്പെക്റ്റീവ്സ് വേണം. അതിനൊക്കെ ബെറ്ററാണ് ഒരു ഏജൻസിയിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം. അടിപൊളി. അതേപോലെ കുറേ ആൾക്കാർ കരിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് ഒരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഐ വോണ്ട് ടു സേ അവർ ചിലപ്പോൾ അവർ പോലും ചിന്തിക്കാതായിരിക്കും അവർ വർക്ക് ചെയ്യുന്നൊരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ടാവുക. ചിലപ്പം പല റീസൺസ് ഉണ്ടാവും. ഈ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാവാം, ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം, പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും പല ആൾക്കാരും ഈ ഡിസൈനിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിലോട്ട് അവരുടെ ഒരു ഏരിയ കോളേജൊക്കെ ചിന്തിക്കുന്നുണ്ടാകുന്നതിലേക്കായിട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ക്രേസാണ് പല ആൾക്കാർക്കും. പക്ഷെ എന്നാലും അവർക്കൊരു പേടിയാണ്, എന്താ പറയുക, മാറുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് വോട്ട് ഡു യു തിങ്ക് വോട്ട് ദേ ഷുഡ് ഡു? ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വരുന്ന സ്റ്റുഡൻസിൽ കുറേ ടൈപ്പ് ഓഫ് പേഴ്സോണാസ് ഉണ്ട്. അതിൽ ഞാനന്ന് ഒരു സ്റ്റുഡൻറ്റ് ഇവിടത്തേക്ക് വന്ന എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ആളടുത്ത് ഞാൻ സംസാരിച്ച്. ആളെൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനൊരു പ്ലംബറാണ്, ഞാൻ കുറേ കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്, എനിക്ക് ലാപ്ടോപ്പ് തൊടാൻ അറിയില്ല, ഞാൻ ലൈക്ക് എനിക്ക് ലാംഗ്വേജ് ഇല്ല, പക്ഷെ എനിക്ക് നല്ല നാവുണ്ട്, ഞാൻ നല്ലോണം സംസാരിക്കും, ഒരു പ്രശ്നമില്ല സംസാരിക്കുന്നത്, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് പരിപാടിയൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ലൈക്ക് നന്നായിട്ട് വരക്കാൻ അറിയാം, പുള്ളി അടിപൊളി ആർട്ടിസ്റ്റാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞേ. ഞാൻ നേരെ ലൈക്ക് ആളടുത്ത് പറഞ്ഞത് ലൈക്ക് അതെന്ത് ലൈക്ക് ചിലപ്പോൾ ഞാൻ അങ്ങനെ വന്നുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര റിലേറ്റബിളായി. ഒന്നും ലൈക്ക് ഇപ്പോൾ ഓക്കെ, ഒന്നൊരു ബാരിയർ അല്ല എന്നുള്ളൊരു തോട്ട് വന്നു വെച്ചാൽ ആളെ വർക്കൊക്കെ അടിപൊളിയാണ്, നന്നായിട്ട് വരക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരാണ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ ഏറ്റവും ടോപ്പായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആ ക്ലാസ്സിൽ എല്ലാവരും മെൻറ്റർ ചെയ്യുന്ന ചങ്ങായിവനാ. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചത്രോ, ഫോൺ ഉപയോഗിക്കാൻ നിന്നെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, ഫോൺ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ, ആരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊരു പാഷൻ, നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഡോപ്പമൈൻ, ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ അപ്സ്കിൽ ചെയ്യാൻ വരുന്ന ഒരാളെന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ വേറൊരു ആളുണ്ടായിരുന്നു, ആള് ഡ്രൈവറാണ്, നവനീത് അറിയുന്നില്ല, മൂപ്പര് ഡ്രൈവറാണ്. മൂപ്പർക്ക് വരച്ചുകൊണ്ടായിരുന്നു പണ്ട്, പക്ഷെ മൂപ്പര് പണ്ട് വരച്ചുകൊണ്ടായിരുന്നപ്പോൾ ഡോപ്പമൈൻ കിട്ടിക്കൊണ്ടായിരുന്നു, ആ സാധനം ചെയ്തിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് അന്ന് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടോ? മൂപ്പർക്കൊരു 30 സംതിങ് വയസ്സുണ്ട്, അത്ര ഏജുള്ള ആളാണ്. ഇനി ഇതിൽ നമ്മൾ ലൈക്ക് ബ്രാൻഡിങ്ങിൽ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ഉണ്ട്, ആളെന്ന് പറയുന്നത് തമിഴ്നാട് നിന്നാണ് വരുന്നത്. ആളൊരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ട്രെൻഡ് ഔട്ട് ആയിട്ടുള്ള പഴയ ഡിസൈൻ സ്റ്റൈലാണ്. ആള് വന്ന സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഓക്കെ നമുക്ക് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം. ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അവിടെ പക്ഷേ ആ സർക്കിളിൽ ഉണ്ടായ ആൾക്കാർ, ഒരാൾ കിൻഡറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനർ, ഒരാൾ നന്നായിട്ട് സിനിമ പോസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരാൾ, വേറൊരു ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഡിസൈനർ. അപ്പോൾ ഇത് കുറച്ച് സർക്കിൾ ഇങ്ങനെ കൂടി, അത് നമ്മൾ പഠിപ്പിച്ചെന്ന് നമ്മൾ പറയില്ല ഒരിക്കലും ഡിസൈൻ സ്കൂളല്ല ഓനെ ബെറ്റർ ആക്കി എന്നുള്ളതാണ്. ലൈക്ക് ഡിസൈൻ സ്കൂൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് നമ്മൾ ചെയ്തത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം അവിടെ വെച്ച് കൊടുത്ത്, ലൈക്ക് ഒരു ഈഗോ ഉണ്ടല്ലോ, ഒരു ഡിസൈനർ ഈഗോ, അതെടുത്ത് മാറ്റി നമ്മൾ അവിടുന്ന് ആ സാധനം ചെയ്ത് അവിടെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോ, ഫീഡ്ബാക്സ് കൊടുത്തോ, ശരിയല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളത് പറയാൻ പറ്റണം എന്നുള്ളൊരു സാധനം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ലൈക്ക് ഓക്കെ, ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ആ ക്ലാസ്സിൽ കയറിയിട്ട് എടാ ഫൈമ തുടങ്ങിക്കോന്ന് പറയൂ,
പിച്ച് ചീന്താൻ തുടങ്ങിക്കോ, നമ്മൾ അങ്ങനെ പറയാം, പിച്ച് ചിന്തിക്കോന്നാ പറയാം. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓക്കെ ഇത് മോശമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ബാച്ചിൽ എല്ലാവരും കൂടിയിട്ട് ആണ് ഇവനെ നന്നാക്കിയത്, ഇവൻ്റെ ഡിസൈൻസ് നന്നാക്കിയത്. 36 വയസ്സുണ്ട് ആൾക്ക്, ആൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനറായിരുന്നു. ആളെ പ്രൊജക്റ്റാണ് ആ ബാച്ചിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ്. അപ്പോൾ അത് നമ്മളെല്ലാവരും നെട്ടിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. ആളെ ഡിസൈന് നമ്മൾ ഇങ്ങനെ റിവ്യൂ ചെയ്ത് ബാക്കി എല്ലാവരും അങ്ങേ അറ്റത്തോട്ടെത്തി, ഇവനിങ്ങനെ റെഡിയായി വരുന്നുള്ളൂ. അതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ക്രിറ്റിസൈസ് ചെയ്ത് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ്. അങ്ങനെയാണ് ആൾ ബെറ്ററായിട്ട് ബ്രാൻഡിങ് ചെയ്തതും. ആൾ ഉപയോഗിക്കുന്ന ഫോട്ടോസ് ആവട്ടെ, കളേഴ്സ് ആവട്ടെ, ലേഔട്ട് ആവട്ടെ, അതൊക്കെ ഈ ബ്രാൻഡിൻ്റെ പേർപ്പസിന് വേണ്ടി ചെയ്തൊരു സാധനമായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ അത് ലൈക്ക് ആ ഒരു ലൈക്ക് ഒന്നിനൊരു ബാരിയർ ഇല്ലാന്ന് തോന്നിയൊരു സാധനമുണ്ട്. ഒന്നിനൊരു ബാരിയർ ഇല്ല. ഇതിനോട് ഇഷ്ടം തോന്നുക, മൂപ്പർക്ക് ഇത്രയേ ഉള്ളൂ, മൂപ്പർക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണ്. ഈ വന്ന പ്ലംബിങ് ജോബ് ചെയ്യുന്ന ആൾക്കും ഇത് ഇഷ്ടമാണ്, പിന്നെ ഡ്രൈവറായിട്ടുള്ള വന്ന ഒരാൾക്കും ഇത് ഇഷ്ടമാണ്. ഒരു പെൺകുട്ടി ആൾ വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ആൾക്കും ഇത് ചെയ്യാൻ ഇഷ്ടമാണ്, ഇതിനോട് ഇഷ്ടമാണ്, ആർട്ടിനോട് ഇഷ്ടമാണ്. ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഇതിനോടുള്ളൊരു പാഷനാണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിൻ കിട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കരിയർ ഷിഫ്റ്റ് ചെയ്തോ. അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ഡിസൈൻസും ആർട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് മനസ്സിലായൊരു പോയിൻ്റാണ്. ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ഇതിലേക്ക് വന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒരാളെന്ന് പറയുന്നത് അത്യാവശ്യം ഏജുള്ള ഒരു മദറാണ്. വേറൊരാളെന്ന് പറയുന്നത് വെരി യങ് ആയിട്ടുള്ളൊരു ചെക്കനാണ്. ഓനെ കൂട്ടിയത് എൻ്റെ കസിനാണ്. ഓൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഓൻ എവിടേക്കോ ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ കസിനെ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓൻ ഈ ഫീൽഡിലേക്ക് വന്ന് ഈ ഫീൽഡിനോട് ഇഷ്ടം തോന്നി അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോ ഫൗണ്ടറാണ്. പിന്നെ ഈ പറഞ്ഞ ലൈക്ക് ഗേൾ ആണെങ്കിൽ ആളൊരു കോഡിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് ആ ഒരു കമ്പനിയിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്ന ആടെയാണ്. ഒറ്റ സാധനം മതി, സർട്ടിഫിക്കറ്റോ പരിപാടിയൊന്നുമല്ല, ഡിഗ്രി ഒന്നുമല്ല, പാഷൻ മതി. നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഹാപ്പി ആവുന്നുണ്ടോ അത് മതി. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, റൈറ്റ്? അതായത് ലൈക്ക് നബു ആദ്യ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് യു ഡു ഡിഫറെൻ്റ്ലി? ഓക്കെ, ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ സർക്കിളിൽ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ ഉണ്ടാക്കും. ഓരോ നീഷിലുള്ള ഫ്രണ്ട്സിനെ ഞാൻ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരു ഫ്രണ്ട്, ഒരു ടൈപ്പോഗ്രഫി ആർട്ടിസ്റ്റ്, ഒരു ലൈക്ക് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളും കുറേ പരിപാടികളും ഞാൻ എൻ്റെ അടുത്ത് വെക്കും. എന്നിട്ട് ഇവരൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കും. എന്നിട്ട് അത് ഞാൻ ചൂസ് ചെയ്യാൻ നോക്കും. അത് ഞാൻ ഈ UX ഡിസൈൻ ചെയ്തതിന്, മോഷൻ ഗ്രാഫിക്സ് ചെയ്തതിന്, പിന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ബ്രാൻഡിങ്ങും ഗ്രാഫിക് ഡിസൈനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തിന് ശേഷമാണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് തോന്നിയത് ഇപ്പോഴാണ്. ഓക്കെ, ഇനി കുറേ ഫ്രസ്ട്രേഷൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയത്. ആദ്യം അങ്ങനത്തെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ സോർട്ട് ചെയ്തേനെ. അടിപൊളി. അത് ആ ഒരു സ്പേസാണ് ഡിസൈൻ സ്കൂൾ. ഓക്കെ, ഡിസൈൻ സ്കൂൾ കൊടുക്കുന്നത്. ഓക്കെ. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ലൈക്ക് യു വാണ്ട് ടു ആഡ് സംതിങ്? ഇല്ല, വേറെ ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ഇപ്പോൾ റീലായിട്ടോ എന്തെങ്കിലും ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ ലൈക്ക് ആഡ് ചെയ്യാനുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് FOF നടന്ന സമയത്ത് അനിൽ റെഡ്ഡി, ലോലിപോപ്പിൻ്റെ ഫൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ലോലിപോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് UX കമ്പനിയാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ എൻ്റെ അമ്മൂനും എൻ്റെ അടുത്തൊരു 2-3 കൊല്ലം മുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഇവിടുത്തെ കേരളത്തിലത്തെ ഡിസൈനേഴ്സ് ഭയങ്കര അടിപൊളിയാണ്, അവരുടെ ഡിസൈൻസ് ഭയങ്കര സാധനം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മളെ കഥകളിയും പരിപാടിയും ഇതൊക്കെ ഉള്ള നാടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്കൊരു ആർട്ടും നമുക്ക് ഡിസൈൻ സെൻസും നമുക്ക് ആ സാധനം ഉണ്ട് ഓൾറെഡി. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ലാംഗ്വേജോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുള്ളത് കൊണ്ട് ബാക്ക് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മൂപ്പര് പറഞ്ഞൊരു സാധനമാണ്, ലൈക്ക് മുംബൈയിൽ നിന്ന് വരും ഒരു ഡിസൈനർ, കേരളത്തിൽ നിന്ന് ഒരു ഡിസൈനർ വരും. കേരളത്തിലത്തെ ഡിസൈനറിൻ്റെ പോർട്ട്ഫോളിയോ കിടിലനായിരിക്കും, പക്ഷേ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് മാത്രം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവൻ്റെ ഓപ്പർച്യൂണിറ്റി പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അനിൽ റെഡ്ഡി മൂപ്പര് പറഞ്ഞത്, മൂപ്പരെ കമ്പനിയിൽ കുറേ ആൾക്കാർ മലയാളീസാണ്. ഒരൊറ്റ പ്രശ്നമുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ UI/UX ഡിസൈനർ ഉണ്ട് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന. മൂപ്പര് പറഞ്ഞത് ലൈക്ക് മൂപ്പര് ഇതേപോലെ ഒരു എയർപോർട്ടിൻ്റെ പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്ത സമയത്ത് ബാംഗ്ലൂർ എയർപോർട്ടിന് മൂപ്പരെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളും പ്രൊജക്റ്റൊക്കെ കാണിക്കുന്നുണ്ട്.
എന്നിട്ട് അവിടുന്ന് അവിടുത്തെ ഒരു മിനിസ്റ്ററോ ലൈക്ക് കർണാടക മിനിസ്റ്റർ മൂപ്പരെടുത്ത് നിങ്ങൾ കേരളത്തിലെ ആൾക്കാർ എന്താ തിന്നുന്നതെന്നാ ചോദിച്ചത്. ഇപ്പോൾ മൂവി ഇൻഡസ്ട്രിയിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ ചോദിക്കും, നിങ്ങൾ എന്താ വലിക്കുന്നതെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മലയാളികൾ ഭയങ്കര അടിപൊളിയാണ്, ലൈക്ക് നമ്മളെ ഡിസൈൻസും പരിപാടിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഒരൊറ്റ സാധനം നോക്കിയാൽ മതി, നിങ്ങളുടെ ഡിസൈൻ സെല് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കാര്യം ചെയ്യുന്നത്. ഈ സ്റ്റുഡൻറ് ടോക്കിൽ ഒന്നുമില്ലെങ്കിൽ ഓനെ ഈ പറയാനോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്റ്റൈലോ അതൊക്കെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ വീക്കിലി എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ സിനിമയെ കുറിച്ച് സംസാരിച്ചോട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിച്ചോട്ടെ. ഈ സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടീസാണ്. ഒരു ഡിസൈനറിനെ സംബന്ധിച്ച് ആൾ പോർട്ട്ഫോളിയോ മാത്രം വെക്കുക എന്നുള്ളതല്ല, സംസാരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഞാൻ 6 വർഷം എടുത്തിന് സംസാരിക്കാൻ, അതിപ്പോൾ പഠിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. ലേൺ ടു കമ്മ്യൂണിക്കേറ്റ്. കാരണം അൾട്ടിമേറ്റ്ലി ഡിസൈൻ ഈസ് ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസൈനിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് കാണുന്ന ഒരാൾക്ക് ആ കാണുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്നായിട്ട് കിട്ടണം. സോ ഇഫ് യു ആർ ആൻ ആസ്പയറിംഗ് ഡിസൈനർ, ലേൺ ഹൗ ടു സേ വാട്ട് യു വോണ്ട് ടു സേ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് തിങ്. താങ്ക് യു സോ മച്ച് നഗു. വീണ്ടും എപ്പിസോഡ്സിൽ വരും. ആൻഡ് താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് ദ സ്പേസ് ഓൾസോ. ആൻഡ് യാ, ഓക്കെ, അണ്ടിൽ നെക്സ്റ്റ് ടൈം മലയാളി പറക്കട്ടെ.